ഹായ് ഓൾ, ഫസേറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സ്ഥാപനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാലക്കാട് UP സ്കൂൾ സീയിങ് ടീച്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് നടത്തിയിരുന്നത്. നമ്മളതിൽ 40 ക്വസ്റ്റ്യൻസ് നമ്മളതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറുകളും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീയിങ് ടീച്ചർ UP സ്കൂൾ പാലക്കാട് പാർട്ട് 3 ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. എന്താണ് സ്ലീവ് ക്രൗൺ? ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പം ക്വസ്റ്റ്യനിൽ തന്നെ കാണിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. അതായത് സ്ലീവ് ക്രൗൺ എന്താണ് ക്രൗൺ എന്നുള്ളത് നമ്മൾ ടെക്നിക്കൽ ടേംസിൽ പറഞ്ഞിട്ടുണ്ട്. സ്ലീവ് ക്രൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഏറ്റവും പൊങ്ങി, അതായത് സ്ലീവിൻ്റെ ഏറ്റവും മുകളിലുള്ള ടോപ്പിലുള്ള ഭാഗത്തെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മിഡ് പോയിൻ്റ് ഓഫ് സ്ലീവ്, മിഡ് പോയിൻ്റ് ഓഫ് ബോട്ടം, ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് സ്ലീവ്, മിഡ് പോയിൻ്റ് ഓഫ് ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഇതിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ കാരണം മിഡ് പോയിൻ്റ് ഓഫ് സ്ലീവിൻ്റെ മിഡ് പോയിൻ്റ് ഏറ്റവും മുകളിൽ വരുന്ന ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ സ്ലീവ് ക്രൗൺ. അപ്പോൾ അതേപോലെ തന്നെ ഒരു ആൻസറാണ് ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നത്, മിഡ് പോയിൻ്റ് ഓഫ് ഫ്രണ്ട് ആൻഡ് ബാക്ക്. സ്ലീവിൻ്റെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സെൻറ്ററാണ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യനും ഒരേ ആൻസറായിട്ട് വരുന്നത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് ഉപയോഗിച്ചാണ് കോളർ പോയിൻ്റ് പ്രസ് ചെയ്യുന്നത്? കോളർ പോയിൻ്റ് പ്രസ് ചെയ്യാൻ വേണ്ടി ഏത് ടൂൾസാണ് ഉപയോഗിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ പ്രസ്സിംഗ് ബോർഡ്, പോയിൻ്റ് പ്രഷർ, സ്ലീവ് ബോർഡ്, നീഡിൽ ബോർഡ്. ഇതിൻ്റെ ആൻസർ വരുന്നത് പോയിൻ്റ് പ്രഷർ. പോയിൻ്റ് പ്രഷർ ഉപയോഗിച്ച്, അതായത് കോളർ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻ്റ് പ്രഷറാണ് ഉപയോഗിക്കുന്നത്. ഏത് വസ്ത്രത്തിലാണ് സ്ലാക്ക് പോക്കറ്റ് ഉപയോഗിക്കുന്നത്? സ്ലാക്ക് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ ചെരിഞ്ഞു വരുന്ന പോക്കറ്റിനെയാണ് സ്ലാക്ക് പോക്കറ്റ് എന്ന് പറയുന്നത്. ആൻസർ ട്രൗസറാണ്. ഷർട്ട്, ടീഷർട്ട്, വേസ്റ്റ് കോട്ട്, ട്രൗസർ, ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ട്രൗസറാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഷർട്ടിൽ വരുന്ന പോക്കറ്റിന് എന്താണ് പറയുന്നത്, ടീഷർട്ടിൽ വരുന്ന പോക്കറ്റ് ഏതാണ്, വേസ്റ്റ് കോട്ടിൽ വരുന്ന പോക്കറ്റ് ഏതാണെന്നൊക്കെ നമ്മൾ പോക്കറ്റിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് കണ്ടിന്യൂസ് ബ്ലാക്കറ്റ് ഉപയോഗിക്കുന്നത്? കണ്ടിന്യൂസ് ബ്ലാക്കറ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പർ ഗാർമെൻറ്റ്സ്, ലോവർ ഗാർമെൻറ്റ്സ്, അപ്പറിലും ലോവറിലും, പുരുഷന്മാരുടെ ഷർട്ടിലും. അപ്പോൾ കണ്ടിന്യൂസ് ബ്ലാക്കറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഉടുപ്പുകൾക്കൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ ആൻസർ വരുന്നത് അപ്പറിലും ലോവറിലുമാണ്. ഈ ആൻസർ വരാൻ കാരണം അപ്പറിൽ എന്ന് വെച്ചാൽ നമുക്ക് ഉടുപ്പുകളൊക്കെ ചെയ്യുന്ന അപ്പറിലാണ്. ലോവർ പാർട്ടിൽ വരുന്നത് സ്ലീവ്, ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ലോവറിൽ കണ്ടിന്യൂസ് ബ്ലാക്കറ്റ് ഉപയോഗിക്കാം. അതുകൊണ്ട് അപ്പറിലും ലോവറിലും ഉപയോഗിക്കുന്ന ബ്ലാക്കറ്റ് കണ്ടിന്യൂസ് ബ്ലാക്കറ്റ് ആണ്. ഏതൊക്കെ കോളറാണ് സമാനമായിട്ടുള്ള കോളർ ഏതാണെന്നാണ് ചോദ്യം. റോൾഡ് ആൻഡ് സെയിലർ കോളർ. റോൾ കോളറും സെയിലർ കോളറും സെയിം ആണോ എന്നാണ്. അല്ലെങ്കിൽ ഫ്ലാറ്റ് ആൻഡ് പീറ്റർ പാൻ കോളർ സെയിം ആണോ, സെയിലർ ആൻഡ് ഫ്ലാറ്റ് കോളർ സെയിം ആണോ, റോൾഡ് ആൻഡ് പീറ്റർ പാൻ കോളർ സെയിം ആണോ? ഇത് സെയിം ആണോ എന്നറിയണമെങ്കിൽ ആദ്യം നമ്മൾ കോളറിനെ കുറിച്ച് അറിയണം. അപ്പോൾ കോളറിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് സെയിലർ കോളർ, എന്താണ് പീറ്റർ പാൻ കോളർ, എന്താണ് റോൾഡ് കോളർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഫ്ലാറ്റ് ആൻഡ് പീറ്റർ പാൻ കോളർ. ഫ്ലാറ്റ് കോളറിനെയാണ് പീറ്റർ പാൻ കോളർ എന്ന് പറയുന്നത്. പരന്ന് കിടക്കുന്ന കോളറാണ് പീറ്റർ പാൻ കോളർ. അതിന് ഫ്ലാറ്റ് കോളർ എന്നും പറയുന്നു. ഡാട്ട് ലെഗിൻ്റെ ഇടയിൽ വരുന്ന സ്പേസിനെ പറയുന്ന പേര്. നമ്മൾ ഡാറ്റ് എടുക്കുന്ന സമയത്ത് ആ ഡാറ്റിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ വീതിനെ, സ്പേസിന് എന്താ പറയുന്നതാണ് ചോദ്യം. ഡാറ്റ് പോയിൻ്റ്, ഡാറ്റ് ലെഗ്, ഡാറ്റ് ഇൻടേക്ക്, ഫ്രഞ്ച് ഡാറ്റ്. അപ്പോൾ ഇതെന്താ? ഡാറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡാറ്റ് ലെഗ് നമുക്കറിയാം, ഡാറ്റ് ഇൻടേക്ക് എന്താണെന്ന് അറിയാം, ഫ്രഞ്ച് ഡാറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് നോക്കാം. ഡാറ്റ് ഇൻടേക്ക്, ഡാറ്റ് എടുക്കുന്ന സ്ഥലത്ത് എഴുതുന്ന സ്പേസിനെയാണ് ഡാറ്റ് ഇൻടേക്ക് എന്ന് പറയുന്നത്.
ഏത് പ്ലീറ്റ് ആണ് കർട്ടനിൽ ഉപയോഗിക്കുന്നത്? കർട്ടനിൽ ഉപയോഗിക്കുന്ന പ്ലീറ്റ് ഏതാണെന്നാണ് ചോദ്യം. ബോക്സ് പ്ലീറ്റ്, കാർട്രിഡ്ജ് പ്ലീറ്റ്, നൈഫ് പ്ലീറ്റ്, ഇവയൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് കാർട്രിഡ്ജ് പ്ലീറ്റ് ആണ്. ഏത് അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചാണ് കോഡ് ടെക്സ്റ്റ് നിർമ്മിക്കുന്നത്? കോഡ് ടെക്സ്റ്റ് നിർമ്മിക്കുന്നതിലെ അറ്റാച്ച്മെൻറ്റ്സ് ഏതിലാണ്? സീയിങ് മെഷീൻ അറ്റാച്ച്മെൻറ്റ്സിൽ നമ്മൾ ഓരോ അറ്റാച്ച്മെൻറ്റ്സിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അതിൽ ഹെമ്മർ ഫൂട്ട്, ബൈഡർ ഫൂട്ട്, സിപ്പർ ഫൂട്ട്, ഇവയൊന്നുമല്ല. ഇതിൽ ആൻസർ വന്നിരിക്കുന്നത് ഇവയൊന്നും അല്ല എന്നാണ്. അതായത് ഹെമ്മർ ഫൂട്ട് ഹെം ചെയ്യാനാണ്. അതേപോലെ ബൈഡർ ഫൂട്ട്, സിപ്പർ ഫൂട്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് സിപ്പർ ഫൂട്ട് ഓർ കോഡിങ് ഫൂട്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. സിപ്പ് വെക്കുവാൻ വേണ്ടി സിപ്പർ ഫൂട്ടും കോഡ് ചെയ്യുവാൻ വേണ്ടി കോഡിങ് ഫൂട്ടും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൽ കോഡ് ഇല്ലാത്തത് കൊണ്ട് ഇവയൊന്നുമല്ല ആൻസർ. ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് ഡാർട്ടാണ് കമ്പിളി പാൻസിൽ പുറകുവശത്തെ വേസ്റ്റിൽ ഉപയോഗിക്കുന്നത്? കമ്പിളി പാൻസിൻ്റെ പുറകുവശത്ത് ഉപയോഗിക്കുന്ന ഡാർട്ട് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ഡാർട്ട്, സ്ലാഷ് ഡാർട്ട്, പോയിൻറ്റഡ് ഡാർട്ട്, കർവ്ഡ് ഡാർട്ട്. അതിൽ ആൻസർ വന്നിരിക്കുന്നത് സ്ലാഷ് ഡാർട്ടാണ്. ഏത് സീമാണ് പുരുഷന്മാരുടെ ഷർട്ടിന് ഉപയോഗിക്കുന്നത്? സീം നമ്മുടെ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ സീമിനെ കുറിച്ചിട്ടും അത് ഏതിനൊക്കെ യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്ലെയിൻ സീം, ഫ്ലാറ്റ് സീം, ഫ്രഞ്ച് സീം, ലാപ്ഡ് സീം. ഇതും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതായത് ഫ്ലാറ്റ് സീമും ലാപ്ഡ് സീമും രണ്ടും ഏകദേശം സെയിം ആയിട്ടുള്ള ആൻസർ ആയതുകൊണ്ട് തന്നെ ഇതും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് വസ്തു കത്തുമ്പോൾ ഉണ്ടാകുന്ന മണമാണ് ലിനൻ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്? ലിനൻ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന മണം ഏതെന്നാണ്. അപ്പോൾ നമുക്ക് ലിനൻ ഏതാണെന്ന് അറിയാം. നമ്മൾ നാച്ചുറൽ ഫൈബേഴ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നാച്ചുറൽ ഫൈബേഴ്സാണ് ലിനൻ വരുന്നത്. അപ്പോൾ അതിൽ മുടി കരിന്ന മണം, ഇല കത്തുമ്പോഴുള്ള മണം, അല്ലെങ്കിൽ പേപ്പർ മണം ഇല്ല. ഇതിൽ ആൻസർ വരുന്നത് പേപ്പർ കത്തുമ്പോൾ ഉണ്ടാകുന്ന മണമാണ് ലിനൻ കത്തുമ്പോൾ ഉണ്ടാകുന്നത്. ഏത് തുണിയാണ് വസന്തകാലത്തും വേനൽക്കാലത്തും ഉപയോഗിക്കാൻ ഫലപ്രദമായത്? കമ്പിളി, നൈലോൺ, ലിനൻ, പട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ളതും അല്ലെങ്കിൽ ശരീരത്തിന് ഈർപ്പം നൽകാൻ കഴിവുള്ളതും കോട്ടൺ ഫൈബേഴ്സിനാണ്. അപ്പോൾ കോട്ടനാണ് വേനൽക്കാല വസ്ത്രങ്ങളായി ഉപയോഗിക്കുന്നത്. അപ്പോൾ കോട്ടണിൽ ഇതിൽ വരുന്നത് ലിനനാണ്. ആൻസർ വന്നിരിക്കുന്നത് ലിനനാണ്. ഏത് രാജ്യമാണ് ഫ്ലാക്സ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്? ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയ, സോവിയറ്റ് യൂണിയൻ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക. ഇതിൽ ആൻസർ വന്നിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് നാരുകളാണ് തണ്ടുകളിൽ നിന്നും എടുക്കുന്നത്? നമ്മൾ ഫൈബേഴ്സിൻ്റെ ചാപ്റ്റർ പറഞ്ഞപ്പോൾ പഠിച്ചിട്ടുണ്ട്. തണ്ടുകളിൽ നിന്നും ലഭിക്കുന്ന നാരുകളെ ബാസ്റ്റ് ഫൈബർ എന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കയർ, ജൂട്ട്, ആസ്ബറ്റോസ്, കമ്പിളി. അപ്പോൾ തണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന നാരുകളാണ് ലിനൻ, ഫ്ലാക്സിൽ നിന്നാണ് നമുക്ക് ലിനൻ ലഭിക്കുന്നത്. അത് തണ്ടിൽ നിന്നാണ്. അതേപോലെ ജൂട്ട്. അപ്പോൾ ജൂട്ടാണ് ഇതിൽ ആൻസറായി വന്നിരിക്കുന്നത്. ഏത് നാരാണ് മനുഷ്യനിർമ്മിത നാരുകളിൽ ഓർഗാനിക് നാര്? മനുഷ്യനിർമ്മിത നാരുകളിലെ ഓർഗാനിക് നാരുകൾ ഏതെന്നാണ് ചോദ്യം. കാരണം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യണം. മനുഷ്യനിർമ്മിത നാരുകളിൽ നിന്നല്ല, മനുഷ്യനിർമ്മിത നാരുകളിൽ ഓർഗാനിക് നാരാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ഗ്ലാസ് ആണ്. അതായത് പോളിസ്റ്റർ, റബ്ബർ, റയോൺ, ഇതൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഓർഗാനിക് നാരുകൾ എന്ന് പഠിക്കാനുണ്ട്. അതിനുശേഷം ഈ ഓരോ ഓപ്ഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സസ്യനാരുകളിൽ വെച്ച് ഏറ്റവും ബലമുള്ളത് ഏതിനാണ്? സസ്യനാരുകളിൽ വെച്ച് ഏറ്റവും ബലമുള്ള നാര് ഏതാണെന്ന് നമ്മൾ നമ്മുടെ ഫൈബേഴ്സിൻ്റെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ലിനൻ, ചണം, പരുത്തി, പട്ട്. നമുക്കറിയാം ചണത്തിൽ തന്നെ കാട്ടുചനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബലമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കരിമ്പൻ ബാധിക്കാത്ത ഫാബ്രിക് ഏത്? നമ്മുടെ തുണികളിൽ കരിമ്പൻ പിടിക്കാത്ത ഫാബ്രിക് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ വന്നിരിക്കുന്നത് പോളിസ്റ്റർ, കോട്ടൺ, നൈലോൺ, പട്ട്. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് നൈലോൺ ആണ് കരിമ്പൻ ബാധിക്കാത്ത മെറ്റീരിയൽ. ഏത് വിഭാഗത്തിൽപ്പെടുന്ന നാരാണ് പട്ട്? പട്ട് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നാണ് ചോദ്യം.
നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സെല്ലോസ്, പ്രോട്ടീൻ, മിനറൽ, സിന്തറ്റിക്. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ വിഭാഗത്തിൽ വരുന്ന നാരുകളാണ് പട്ട്. അതായത് മൽബറി സിൽക്ക് ശലഭത്തിൻ്റെ കൊക്കൂണിൽ നിന്നാണ് നമുക്ക് ഇത് ലഭിക്കുക. പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് നമുക്ക് പട്ട് കിട്ടുന്നത്. അപ്പോൾ അത് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതാണ്. ഏത് നാരാണ് ഫ്രൂട്ടിൽ നിന്നും എടുക്കുന്നത്? ഫ്രൂട്ടിൽ നിന്നും എടുക്കുന്ന നാരുകൾ ഏതാണ്? ഇത് കുറച്ചൊരു ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ വിചാരിക്കാത്തൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പം പരുത്തി, കമ്പിളി, കയർ, പട്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് കയറാണ്. അതായത് നമ്മൾ കോക്കനട്ട്, തേങ്ങ ഒരു ഫ്രൂട്ടായിട്ടാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനിർമ്മിത നാരുകളിൽ പെടാത്തത് ഏത്? മനുഷ്യനിർമ്മിത നാരുകളിൽ പെടാത്ത നാര് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സിൽക്ക്, ഗോൾഡ്, റയോൺ, ഡക്രോൺ. ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് സിൽക്ക്. നമുക്കറിയാം സിൽക്ക് നാച്ചുറൽ ഫൈബറാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനിർമ്മിത നാരുകളിൽ പെടാത്തത് സിൽക്കാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാവണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.